നമസ്കാരം. വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ 2024 എങ്ങനെ ഇരിക്കുമെന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. പക്ഷേ അത് പലർക്കും തൃപ്തിയായി തോന്നിയിട്ടില്ല. കുറച്ച് കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഓരോ വ്യക്തിയുടേതും നമുക്ക് പറയാൻ പറ്റിയില്ല. അതും പറയണമെങ്കിൽ കൃത്യമായ ജനന തീയതിയും അതുപോലെ തന്നെ ജനന സമയം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവെയുള്ള ചില കാര്യങ്ങൾ, നാം ജീവിതത്തിൽ അടുത്ത വർഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂമറോളജിയെ ബേസ് ചെയ്തുകൊണ്ട് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, അതായത് 9 വരെ ജനിച്ചവരുടെ കുറച്ച് ഫലങ്ങളും അവരുടെ ദോഷവശങ്ങളും, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും വളരെ ചുരുക്കി ഒന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂമറോളജി അനുസരിച്ച് ജനന തീയതിയാണല്ലോ ഒരു വ്യക്തിയുടെ ഭാവി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1-ാം തീയതിയും 10-ാം തീയതിയും 19ഉം 28ഉം 1 എന്നാണ് അതിൻ്റെ നമ്പർ. ഈ തീയതികളിൽ ജനിച്ചവർക്ക് 2024 എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. 2024 ഈ 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഏത് കാര്യം തുടങ്ങിയിരുന്നാലും ആദ്യമൊക്കെ തടസ്സമുണ്ടാകും. എന്നാൽ ആ തടസ്സങ്ങൾ മാറാൻ കുറച്ച് താമസിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പൊതുവെ എല്ലാ മേഖലകളിലും ഒരു തടസ്സമാണ്. അതുപോലെ ഈ 1, 10, 19, 28 തുടങ്ങിയ ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ചവർ വലിയ ബിസിനസ്സുകളൊന്നും കയറി ആരംഭിച്ചു കളയരുത്. ചെറിയ ജീവിക്കണമല്ലോ. എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് പോവുക, നഷ്ടം വന്നിരുന്നാലും അത് മാത്രം നമ്മൾ ശ്രമിച്ചാലും മതി. അതുകൊണ്ട് വലിയ പ്ലാനൊന്നും ഈ 1, 10, 19, 28 അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത വർഷം യാതൊരു കാരണവശാലും ഒരു ടെമ്പർ ഉണ്ടാക്കരുത്. കൺട്രോൾ യുവർ ടങ്, നാവടക്കുക. എന്തു പറഞ്ഞിരുന്നാലും എസ് ആർ എന്ന ലെവലിൽ വേണം നിൽക്കാൻ. ചില വാക്കുകൾ, നാം പറയുന്ന ചില വാക്കുകൾ ചിലപ്പോൾ അത് നമ്മുടെ ലോങ് റൺ ഭാവിയെ നമുക്ക് അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നാവ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. വൈറ്റ് കളേഴ്സ് കൂടുതൽ ഉപയോഗിച്ചാൽ കുറച്ച് പ്രയോജനം കിട്ടും. വൈറ്റ് കളേഴ്സ്, വൈറ്റ് ഷർട്ടാകാം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വൈറ്റ് സാരി ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിന് പകരം അവർക്ക് പിങ്ക് കളറിലുള്ള സാരികൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു നല്ലൊരു ഊർജം കിട്ടും. ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ ചെയ്യേണ്ട എന്ന് നമ്മളെ തോന്നിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ആ കളറുകൾക്കുണ്ട്. ഞായറാഴ്ചയാണ് നല്ല ദിവസം. ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. അടുത്തുള്ള കുരിശടിയിൽ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കുക. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടിമുട്ടിയൊക്കെ പോകാൻ സാധിക്കും. ഇനി മുസ്ലിം വിഭാഗക്കാരാണെങ്കിൽ രാവിലെയുള്ള ആ നിസ്കാരം മുടക്കരുത്. അതാണ് എനിക്ക് പറയുവാനുള്ളത്. അത്ര പവർഫുൾ നിസ്കാരമാണ് രാവിലെയുള്ളത്. അപ്പോൾ അങ്ങനെ 1, 19, 28 എന്നീ തീയതികൾ ജനിച്ചവർ ഇത് കേട്ടുവയ്ക്കുക, ശ്രദ്ധിക്കുക ജീവിതത്തിൽ. ഇനി 2, 11, 20, 29 ഇതൊക്കെ കൂട്ടുമ്പോൾ 2 ആണല്ലോ വരുന്നത്. ചന്ദ്രൻ്റെ നമ്പരാണ്. 1 സൂര്യൻ്റെ നമ്പരാണ്. അപ്പോൾ ചന്ദ്രൻ 2 ആണ്. ഈ 2ൻ്റെ സ്വഭാവം ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് നിൽക്കും, ഇപ്പുറത്ത് നിൽക്കും. ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവരാണ്. അതുകൊണ്ട് തന്നെ 2കാർക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഒന്നും അടുത്ത വർഷം ഒന്നും വേണ്ട, ഏത് കാര്യങ്ങളായിരുന്നാലും. എന്നാൽ 2കാരെ സംബന്ധിച്ചിടത്തോളം കല്യാണം മുടങ്ങിക്കിടക്കുന്നവരുടെ കല്യാണം നടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷെ ആ കല്യാണവും വളരെ സൂക്ഷിച്ചൊക്കെ വേണം കൈകാര്യം ചെയ്യാൻ. പെട്ടെന്ന് കയറി ഒരു തീരുമാനം എടുത്തു കളയരുത്. അതിൻ്റെ പ്രീ വർക്കുകളെല്ലാം ഒന്ന് നോക്കി, ആ കുട്ടി എങ്ങനെയുണ്ട്, ആ പയ്യൻ എങ്ങനെയുണ്ട്, എൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കി. കാരണം അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോവും അടുത്ത വർഷം. അതുകൊണ്ടാണ് അങ്ങനെ കല്യാണം മുടങ്ങിക്കിടക്കുന്നവർക്ക് ഒരുപാട് ആലോചനകളൊക്കെ വരും. ജോലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ജോലി പെൻഡിങ്ങിൽ കിടക്കുന്നവർ, കോൺട്രാക്റ്റ് പണിയിലിരിക്കുന്നവർക്കെല്ലാം കൺഫർമേഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരും ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അവർ ധരിക്കേണ്ട നിറങ്ങൾ ഏതാണെന്ന് പറഞ്ഞിരുന്നാൽ ഐവറി കളർ ഉപയോഗിക്കാം, ലൈറ്റ് ബ്ലൂ കളർ ഉപയോഗിക്കാം, ലൈറ്റ് ഗ്രീൻ കളർ ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ കുറച്ച് സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി 3 എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ നമ്പറാണ്, ജൂപ്പിറ്റർ. 3, 12, 21, 30 ഈ തീയതികൾ ജനിച്ചവർ
നല്ല ഭാഗ്യമുള്ള നമ്പറാണ് ഈ 3 എന്ന് പറയുന്നത്. പഴയ എപ്പിസോഡിലൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ. പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ ഭാഗ്യമുള്ള സ്ത്രീകളാണ്. പക്ഷെ ഓരോരുത്തർക്കും ആ ഭാഗ്യം വന്ന് ചേരുന്നതിന് സമയമുണ്ട്. അതിനാണ് ആ ജനന സമയം ആവശ്യപ്പെടുന്നത്. പൊതുവെ ഭാഗ്യമുള്ളവരാണെങ്കിൽ പോലും 2024 എന്ന് പറയുന്നവർക്ക് ഭാഗ്യക്കുറവാണ്. അപ്പോൾ ആ ഭാഗ്യം നേടിയെടുക്കണമെങ്കിൽ, നമുക്കത് പുനർജീവിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ശീലമാക്കണം. ഈ 3 കാര്യം. നല്ല കാര്യങ്ങൾ വരുമ്പോഴൊന്നും നമ്മൾ പ്രാർത്ഥിക്കില്ല. നമ്മുടെ സമയം നല്ല സമയമാണ്, പ്രാർത്ഥിക്കില്ല. ചീത്ത സമയം വരുമ്പോഴാണ് നമ്മൾ പലരും അന്വേഷിച്ചു പോകുന്നതും ഇതുപോലുള്ള എപ്പിസോഡിലൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും പാടില്ല. നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് മുകളിൽ ഒരാളുണ്ട്, അയാളെ പേടിച്ചേ പറ്റൂ. അപ്പോൾ ഈ 3 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളാണെങ്കിൽ ബ്ലൂ, ഗ്രീൻ, യെല്ലോ പട്ട് സാരികൾ ധരിക്കാൻ നോക്കണം. പട്ട് സാരികൾ അല്ലെങ്കിൽ പട്ട് ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ നോക്കുക. പുരുഷന്മാർക്കും ഇതേ കളർ തന്നെയാണ് നല്ലത്. വ്യാഴാഴ്ചയാണ് അവരുടെ നല്ല ദിവസം. ഈ 3 ബിസിനസ്സുകളും തുടങ്ങുകയാണെങ്കിൽ മാക്സിമം ഒരു 50,000 രൂപ ചിലവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ തുടങ്ങാം. അവർക്ക് വിവാഹ യോഗങ്ങളൊക്കെ ഉണ്ട്, ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി അടുത്ത വർഷം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഷ്ടപ്പെട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് തടസ്സമാണ് 2024 കിടക്കുന്നത്. മുഴുവൻ പെട്ടെന്ന് നമ്മുടെ കൈ കിട്ടത്തില്ല. കുറച്ച് പ്രയാസപ്പെട്ട് മാത്രമേ അത് പൂർണ്ണമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ 2024 ജനറൽ ക്യാരക്ടറും അതെല്ലാം നമ്മുടെ എല്ലാ നമ്പേഴ്സിനെയും സ്വാധീനിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം.